ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചർച്ചാ വിഷയം പ്രവാസമായാലോ? അതാവുമ്പോൾ എനിക്കും പറയാൻ കുറച്ച് എളുപ്പമായിരിക്കും. എന്നാൽ പിന്നെ തുടങ്ങിയാലോ? പ്രവാസികളെ പറ്റി പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത് വലിയ കാശുകാരാണെന്നാണ്. സത്യത്തിൽ ഇത് ശരിയാണോ? നാട്ടിൽ സ്വന്തക്കാരെയും ഫ്രണ്ട്സിനെയും വിട്ടിട്ട് പുറത്തു പോയി പണിയെടുക്കുന്നത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക പ്രവാസികളുടെ എല്ലാം കയ്യിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടൊരു മാല തന്നെ ഉണ്ടാവും. ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയൊക്കെയാണേലും നമ്മുടെ കഷ്ടപ്പാടൊന്നും ആരെയും അറിയാണ്ടിരിക്കാനേ നോക്കുള്ളൂ. അതെന്തിനാണാവോ? അതൊന്നും ആരോടും പറയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറ്റം പറച്ചിൽ മാത്രം കേൾക്കേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിൽ അല്ലെങ്കിൽ പ്രവാസികളൊക്കെ കാശുകാരനാണെന്നും ഇനി അവൻ്റെ വൈഫിനെയും മക്കളെയും കൂടെ കൊണ്ടുപോയാൽ ഓനിപ്പോൾ നല്ല ജോലിയും ശമ്പളമൊക്കെ ആയില്ലേ, അതുകൊണ്ടാ എന്ന കാരണവും പറയും. എന്നാൽ സത്യത്തിൽ അതല്ലല്ലോ. ഒറ്റയ്ക്കുള്ള ജീവിതം അല്ലെങ്കിൽ ഷെയറിങ് റൂമിലുള്ള ജീവിതം എടുത്തിട്ടോ നാട്ടിലുള്ള ഭാര്യേൻ്റെ കരച്ചിൽ കൊണ്ടൊക്കെ ആയിരിക്കും ഇല്ലാത്ത കാശ് ലോൺ എടുത്തും കടം മേടിച്ചും അവരെ കൊണ്ടുപോകുന്നത്. പ്രവാസ സബ്ജക്റ്റിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, പറയാൻ ഒരുപാടുണ്ടാവും. എന്തായാലും ഇന്നത്തേക്ക് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഉള്ളൂ, ചോദിച്ചതാണ് പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും പ്രഗത്ഭരായ വ്യക്തികളുടെ ഇൻ്റർവ്യൂ കട്ട് ചെയ്ത് മോൾഭാഗത്ത് ഇവരുടെ ഈ പ്രസംഗം കേൾക്കാം, താഴത്ത് വല്ല മീൻ പൊരിക്കുന്നതോ മീൻ കറിയോ ചമ്മന്തി അരയ്ക്കുന്നോ വീഡിയോ കാണാം. അതിനൊക്കെ മില്യൺസ് ഓഫ് ലൈക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വലിയ കുഴപ്പമില്ല. പണ്ടൊക്കെ അടുക്കളയിൽ കയറി ഒരു ചായ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, മടിയായിരുന്നു. ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇതൊക്കെ ഈ പ്രവാസ ജീവിതം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓടി നടന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അത്യാവശ്യം ആരും കുറ്റം പറയാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ട് പുറത്തിറങ്ങാനുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണിത്. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി വെച്ചാൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇനി പിന്നെ എടുത്തിട്ട് കഴിച്ചാൽ മതിയല്ലോ. അഭിനയിക്കാനൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വടി പോലെ നടന്നു വരുന്നത്. നേരെ പോയത് വെയർ ഹൗസിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കറങ്ങി നടന്ന് എല്ലാം കാണുക എന്നുള്ളത് ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ പറയും വേണ്ട, തിരിച്ചിറങ്ങാൻ വലിയ മടിയാണ്. ഒന്നും വാങ്ങണം എന്നില്ല, ചുമ്മാ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. അത് കഴിഞ്ഞ് നേരെ വിട്ടത് കെമിസ്ട്രി വെയർ ഹൗസിലേക്കാണ്. അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി ആവശ്യമുള്ളതൊക്കെ മേടിച്ച് നേരെ ഒരു മോളിൽ കയറി. ഞാൻ ഇതുവരെ ബബിൾ ടീ കുടിച്ചിട്ടില്ല, അപ്പോൾ അതെങ്ങനെയാണ് സാധനം എന്നറിയാൻ വേണ്ടി കയറിയതാണ്. ചുമ്മാ നമ്മുടെ പാൽച്ചായയിൽ എന്താണ്ടൊക്കെ ഇട്ടിട്ട് തരുന്നു, അത്ര തന്നെ. പിന്നെ ഒരു ബർഗറൊക്കെ കഴിച്ചു. ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞതിന് ചെയ്തു വെച്ച പണിയാണ്, പിന്നെ എടുത്തതല്ലേന്ന് ഓർത്തിട്ടാണ് വീഡിയോ ഇവിടെ കിടക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് എണീറ്റ് ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് അത് ഞങ്ങൾ നോക്കി പോലും ഇല്ല. അതെടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഒരു ഹൈദരാബാദ് ബിരിയാണി കഴിച്ചാൽ കൊള്ളാമെന്ന് തിരിച്ചു വരുമ്പോൾ ഒരു മോഹം, അങ്ങനെ നേരെ വാങ്ങി തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലെ വിചിത്രമായ വീഡിയോ ആയിട്ട് പിന്നെയും വരാം.